തന്റെ ഭാര്യക്ക് ഗർഭമുണ്ടാവാൻ താൻ തന്നെ വേണമെന്ന് ആര് പറഞ്ഞോ? കോൺസെപ്റ്റ് ബോൾട്ടേ. പിന്നെ ക്ലാരക്ക് അങ്ങനെ വല്ല ബന്ധമുണ്ടെങ്കിൽ താൻ സൂക്ഷിക്കണം. ഭർത്താവിനെയും മക്കളെയും കളഞ്ഞിട്ട് കാമുകന്മാരോട് ഒളിച്ചോടി പോകുന്നത് ഇപ്പൊ ഒരു ഫാഷനാ. എടോ മണ്ട ശിരോമണി, തന്റെ ഭാര്യക്ക് ഗർഭമുണ്ടാവാൻ താൻ തന്നെ വേണമെന്ന് ആര് പറഞ്ഞോ? വേറെ ചില സ്ത്രീകളുണ്ട് കാമുകന്മാർക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ പോലും മടിക്കാത്തവർ. ഇതെന്നാ പറ്റി സാറേ? നീ എന്നാ പറ്റാൻ? നീ ഒന്ന് നിന്നേ. നിന്റെ കെട്ടിയവൻ എങ്ങനെയാടി മരിച്ചേ? ഉറക്കത്തിൽ മരിച്ചു കിടക്കായിരുന്നു. അറ്റാക്ക് ആയിരുന്നു സാറേ. അറ്റാക്കാരെന്ന് ആര് പറഞ്ഞു? നിന്റെ ഭർത്താവിനെ അറ്റാക്കാരെന്ന് നീ പറയണോ? നീ പറയുന്നത് മറ്റുള്ളവരങ്ങ് വിശ്വസിച്ചു. നീ ആരടി? ഡോക്ടറാ? ഞാൻ പറയുന്നു നിന്റെ ഭർത്താവിന്റെ മരണം കൊലപാതകമായിരുന്നു. ഇറ്റ്സ് എ പ്ലാന്റ് മർഡർ. കർത്താവേ, കൊലപാതകോ? എന്റെ ചോദിച്ചാൽ ആരെ കൊന്നത്? നീയാ കൊന്ന. നിനക്ക് നിന്റെ കാമുകനോടൊപ്പം ജീവിക്കാൻ നീയും നിന്റെ കാമുകനും ചേർന്ന് അയാളെ ശ്വാസം മുട്ടിച്ച് കൊന്നടി. അതല്ലേ സത്യം? നീ നിന്റെ മുതലക്കണ്ണീരൊന്നും ഒഴിപ്പിക്കണ്ട. നിന്റെ ഭർത്താവിന്റെ ബോഡി കുഴിമാടത്തിൽ നിന്ന് കുഴിച്ചെടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പരിപാടികളല്ലേ ഞാൻ ചെയ്യും. നിനക്ക് എന്റെ സ്വാധീനം അറിയാവോ? സൂക്ഷിച്ചോ. നീ ഒന്ന് ശരിയല്ല. ഈ പെൺ വർഗമേ ശരിയല്ല. സണ്ണി ലിയോൺ വീട് മാറിപ്പോയോ? സണ്ണിച്ചാൻ ഇന്നലെ മേരിയ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ പറ്റി? അവള് ഭർത്താവിനെ കൊന്നെന്നോ ബോഡി വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നോ അങ്ങനെ വല്ലതും? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. ഈയിടെയായിട്ട് തമാശ കുറച്ച് കൂടുന്നുണ്ടേ. വെള്ളമടിയും. ആ പാവം അവൾ അടുക്കളപ്പുറത്തിരുന്ന് കരയുന്നുണ്ട്. എന്റെ മേരി, നീ ഇങ്ങനെ കരയാതെ. നീ പോയ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? അതെ, സണ്ണിത്താറ് ചുമ്മാ തമാശ പറഞ്ഞായിരിക്കും. ഇതാണ് തമാശ. ഞാനും എന്റെ കെട്ടിയനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്ന് വെച്ച് ഞാൻ എന്റെ ചോദിച്ചാനെ കൊന്നെന്നൊക്കെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റൂല. അതെ, സാറ് വല്ല ഞാൻ അപ്പുറത്തുണ്ടാവും. എന്താ മേരി, എന്ത് പറ്റി? ഞാൻ പോവാ സാറേ. എവിടേക്ക്? സാറല്ലേ പറഞ്ഞേ എന്റെ കെട്ടിയനെ കൊന്നത് ഞാനാന്നും വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി എന്നെ ജയിലിലാക്കുന്നൊക്കെ. എടി മേരി, നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോടി. എടി, ഞാനൊരു കഥ എഴുതുന്നുണ്ട്. അത് ഞാൻ സിനിമയാക്കാൻ പോവുകയാണ്. അതിലെ ഒരു സീൻ ഞാൻ നിന്നോട് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. ഇത് വർക്കാവോന്നറിയാൻ. നീ ശരിക്കും പേടിച്ചു പോയോ? പേടിച്ചോന്നോ? ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് ഓടിപ്പോണോന്ന് വിചാരിച്ചതാ. നടന്നോന്ന് നീ ആരോടും പറയണ്ട കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിന്റെ ശമ്പളം ഞാൻ 1000 രൂപ കൂട്ടിയിരിക്കുന്നു. ശരിക്കും? അതേടി. പിന്നെ സാറേ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്നാടി? സാറ് സിനിമ പിടിക്കാൻ പോവാന്ന് പറഞ്ഞല്ലോ, എന്നെ കൂടെ അഭിനയിപ്പിക്കോ? മേരി, നീ പറഞ്ഞത് സത്യമാണോ? സണ്ണി സാർ സിനിമ പിടിക്കാൻ പോണാ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞതാ. ആരോടും പറയരുതെന്നും പറഞ്ഞു. പിന്നെ ഞാനും അതിൽ അഭിനയിക്കുന്നുണ്ട്.
ഷേ ചുമ്മാ. സത്യം. നീ സിനിമയിൽ അഭിനയിക്കാൻ പോണതിന് മുമ്പ് നമുക്കൊന്ന് അഭിനയിച്ചു നോക്കിയാലാ. നിനക്കൊരു റിഹേഴ്സൽ ആവുമല്ല. ഏത് വേഷത്തിലാ നമുക്കിപ്പോ അഭിനയിക്കേണ്ടത്? ഈ ഭാര്യ ഭർത്തൃ വേഷത്തിലൊന്ന് അഭിനയിച്ചു നോക്കിയാലാ. അതാവുമ്പോ മാറങ്ങോട്ട്. ഞാൻ ഇത് ആദ്യം ഒന്ന് അടിച്ചു തീർക്കട്ടെ. ചുമ്മാ റിഹേഴ്സൽ ചെയ്യണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാറങ്ങോട്ട്. ഇനി അങ്ങോട്ട് മാറാനാ? മാറി അങ്ങോട്ട്. ഇനിയിപ്പോ സിനിമ അഭിനയിച്ചാൽ നിനക്ക് ഇതിൽ കൂടുതൽ ആടാവുമല്ലോ. ചായ. ഞാൻ കുറച്ചു ദിവസമായി ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. അല്ല, ഇനി സണിച്ചും തിരിച്ചു പോന്നു? അയ്യോ, എന്തുപറ്റി? അല്ല, ഞാൻ വെറുതെ. ഇത്രയും നാൾ നാട്ടുകാർ മാത്രമേ ചോദിച്ചുള്ളൂ. ഇപ്പൊ അവളും ചോദിച്ചു തുടങ്ങി. ഞാനെന്നാ മടങ്ങിപ്പോകുന്നു. അങ്ങനെ കുഴപ്പമാണ്. അവൾ ഈ അടുത്ത കാലത്ത് ഇടുന്ന ഡ്രസ്സുകൾ വക്കീൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? നല്ലത്. സീ ത്രൂ ആണ്, സീ ത്രൂ. ഓരോരുത്തന്മാരുടെ നോട്ടവും ഭാവമൊക്കെ കാണുമ്പോൾ എന്റെ തൊലി ഉരിഞ്ഞു പോവാണ്. കാണാത്തത് കാണുമ്പോഴല്ലേ ഓരോരുത്തർക്ക് വേണ്ടാത്തതൊക്കെ തോന്നുന്നേ. ക്ലാരയല്ലേ അത്? ഹായ്, എല്ലാരും ഉണ്ടല്ലോ. പുതിയ വാച്ചാണല്ലോ, അടിപൊളിയായിട്ടുണ്ട്. പാർട്ടി വേണം. പിന്നെന്താ? ഈ ഇവന്മാരെയാണ് അന്ന് ഞാൻ വീട്ടിൽ വെച്ച് കണ്ടത്. ഞാൻ ക്ലാരയായിട്ടൊന്ന് സംസാരിച്ചല്ലോ. ഒരു വക്കീലായിട്ടല്ല, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ. തനിക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? ഇവൾ ഒരിക്കലും ശരിയാകത്തില്ല. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കുവോ? എന്റെ അപ്പൻ അന്നേ പറഞ്ഞതായിരുന്നു. വടക്കുനോക്കി കേന്ദ്രത്തിലെ ശ്രീനിവാസന്റെ അവസ്ഥയല്ലോ എനിക്ക്. ആ വണ്ടി വിട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ ആ താളം മാറ്റിപ്പിടി. താനാ തെറ്റിച്ചത്. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. നിർത്ത്. കൊഞ്ചി കൊഞ്ചിയൊക്കെ കഥ പിന്നെ പറയാം. ഇത് കണ്ട എന്താടാ ഇത്? പ്രോഗ്രാം ബുക്കിംഗ് ആണോ? മരിച്ചറിയിപ്പാന്ന് തോന്നുന്നു. ആണോ? വായിച്ചേ. മണർകാട് കുടുംബശ്രീയുടെ 1ാം വാർഷികോദ്ഘാടനം ഏവർക്കും പ്രിയപ്പെട്ടവനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവനും സർവോപരി സ്തുത്യർഹ സേവനത്തിന് രാഷ്ട്രപതിയിൽ നിന്നും അവാർഡ് നേടിയിട്ടുള്ള സ്ഥലം CI ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ അവർകൾ നിർവഹിക്കുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കുടുംബശ്രീ സെക്രട്ടറി ശ്രീമതി ജാനമ്മയും കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന തിരുവാതിര കളി ഉണ്ടായിരിക്കുന്നതാണ്. പ്രസ്തുത പരിപാടി വൻ വിജയമാക്കുവാൻ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അപ്പൊ എങ്ങനെയാ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് CIയുടെ പരിപാടി അങ്ങ് കളറാക്കല്ലേ? അതിനെന്താ ഇത്ര സംശയം? ജാനമ്മ ഇങ്ങനെ താഴ്മയായിട്ട് അപേക്ഷിക്കുമ്പോ നമ്മൾ പോവാതിരിക്കുന്ന മോശമല്ലേ? നമസ്കാരം. ഞാൻ ഒരുപാട് ചടങ്ങുകളുടെ ഉദ്ഘാടകനായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിൽ ഉദ്ഘാടകനാകുന്നത്. അതിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എനിക്കേറെ അഭിമാനം തോന്നുന്നു. ഒരു കുടുംബത്തിന്റെ കെടാവിളക്ക് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോലീസുകാർ സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും. ഏതൊരാണിന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് വളരെ സത്യമാണ്. എൻ്റെ ജീവിതത്തിന് പിന്നിലും ഉണ്ട് അങ്ങനൊരു സ്ത്രീ. ബെസ്റ്റ്. അല്ല, സാറിന്റെ ജീവിതത്തിലെ ആ സ്ത്രീ ആരാണാവോ? എന്തായാലും ഞാനല്ലെന്നറിയാം. ഇത് ഞാൻ തകർക്കും, നോക്കിക്കോ. നീ ഒന്ന് പോടാന്ന്. നീ ഇവിടെ നോട്ടറാ. പോരാ പോരാ, താൻ ഇങ്ങോട്ട് കയറി പോളൂ. ഞാൻ ജാനമ്മിക്കിട്ട് പണി കൊടുക്കാൻ വന്നാടാ.
കൂർക്കം വലിക്കണ ലോഡും വണ്ടി കയറ്റം കാണുമ്പോഴേ ഇതാണ് ഞാനമ്മ എന്തേ പണി കൊടുക്കട്ടെ. ഇവരാരൊക്കെ? എടിയേ എടിയേ ജാനു ജാനമ്മേ വാൾ തുറക്കാൻ. ജാനമ്മേ ഞാനാണ്ടി വാൾ തുറക്കടേ, വാൾ തുറക്കടേ. അങ്ങട് എന്തിനാ കിടന്ന് തൊള്ള കീറുന്നത്? എടി കണ്ടുപരിചയത്തെ കുറെ പെരിയാ വഴിക്ക് പോലെ കണ്ടു. വല്ല കള്ളന്മാരായിരിക്കും. പിന്നെ കള്ളന്മാർക്ക് കട്ടോണ്ട് പോകാൻ ഇവിടെ ഇരിക്കല്ലേ, കൊട്ടക്കണക്കിന് പണം. അയ്യോ ദൈവമേ, അയ്യോ ഞാൻ ഇവിടെയാണല്ലോ പൈസ വെച്ചത്. അയ്യോ കാണാനില്ലല്ലോ. അയ്യോ കുടുംബശ്രീക്കാരുടെ പൈസയാണ്. എന്താ എന്താ എന്താണ്? 10-30 പേര് ലോൺ അടക്കാൻ തന്ന പൈസയാണ്, കാണാനില്ല. എത്ര പൈസ? 75,000 രൂപ. നിങ്ങളുടെ പെൻഷനുണ്ട് മനുഷ്യനെ. അയ്യോ ഈ മാസം എങ്ങനെ കള്ളു കുടിക്കും? കള്ളന്മാര് തന്നെ ആയിരുന്നല്ലേ? എന്താണ്ടി എന്താണ്ടി? ആ ദുഷ്ടന്മാര് സാരികളും കൊണ്ടുപോയി. സാരിയാ? തിരുവാതിരകളി കൊടുക്കാൻ പറ്റിയ കസവ് സാരികള്. കുടുംബശ്രീ പെണ്ണുങ്ങളോട് എന്ത് പറയും ഞാൻ? ഇനി കൊല്ലോളന്മാരെന്നാ. അറിയാതെ ജാനമ്മേ. ഞാനാണം ഇട്ടാലതു നടന്നു വിട്ടാൽ സാറേ നമസ്കാരം സാർ. സി ഉണ്ടോ? ഉണ്ട്. സി സാർ ഉണ്ടോന്ന്? ഉണ്ട്. ചന്ദ്രൻ സാർ അകത്തോട്ട് എന്നാട്ടെ. ഒരു ചായ. കടുപ്പം കൂടിയാലും മധുരം കുറയണ്ട. ഹായ് ബ്രോ, പണിയൊന്നും ഇല്ലേ? സാർ ഈ CI സാറിന് വേറെ പണിയില്ലയോ? നമ്മൾ ഇത്രയും പോലീസുകാർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് ഈ റിട്ടയർഡ് കള്ളനെ കൊണ്ട് നടത്താൻ പോകും. ഒരു കള്ളന് മറ്റു കള്ളന്മാരുടെ നീക്കങ്ങൾ കൃത്യമായി അറിയാൻ കഴിയും. അതായിരിക്കും CI സാർ ഉദ്ദേശിച്ചത്. നമുക്കെന്താ സാറേ, എന്റെ അന്വേഷണത്തിൽ ഞാൻ രഹസ്യമായി കണ്ടെത്തിയൊരു കാര്യമുണ്ട്. സാർ അത് ആരോടും പറയരുത്. ഇല്ല, പറ. അവൻ ഇതുവരെ നടത്തിയ മോഷണങ്ങൾ ഭൂരിഭാഗവും സാറുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വീടുകളാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാറിനോട് അവന് ശക്തമായി എന്തോ പകയുണ്ട്. എങ്ങനെയുണ്ട് എന്റെ കണ്ടുപിടുത്തം? ഇതാണോ അതിന്റെ വലിയ കണ്ടുപിടുത്തം? എടാ കോപ്പ, എനിക്ക് നേരത്തെ അറിയാം. അവനെ അറസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെന്ന് നീ അത് പറഞ്ഞതാ. അതിപ്പോ ഞാൻ എങ്ങനെ? എടാ കുള്ളനായ ഒരു കള്ളൻ ഞാൻ ഇരിക്കുന്ന ഈ സ്റ്റേഷൻ പരിധിയിലോ ഞാൻ ഇതിനു മുമ്പ് ഇരുന്ന സ്റ്റേഷൻ പരിധിയിലോ ഉണ്ടോ എന്ന് നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം, പെട്ടെന്ന് തന്നെ വേണം. ഉറപ്പായിട്ടും. ഇല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ കേസുകളും കൂടെ ഞാൻ നിന്റെ തലയിൽ വെച്ച് കിട്ടും. അതിലെല്ലാം ഒന്നാം പ്രതി നീയാണെന്ന് നിന്നെ കൊണ്ട് ഞാൻ ഇടിച്ച് സമ്മതിപ്പിക്കുകയും ചെയ്യും. എന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. എന്റെ ഭാര്യ പറഞ്ഞു ശരിയാ സാറേ. എന്താ? ഈ ആനച്ചോറ് കൊലച്ചോറ് എന്ന് പറഞ്ഞ പോലെ ഈ പോലീസ് ചോറും കൊലച്ചോറും തന്നെ. പോട്ടോ സാറേ? നിക്കടാ. എന്റെ അമ്മയെ പെട്ടു. തമാശ ഇങ്ങനെ ചുമ്മാ നീ വാ. കിട്ടിയപ്പാ. വഴിച്ചെലവിന് വെച്ചോ. വേണ്ട സാറേ, മേടിക്കടാ. അയ്യോ മേടിച്ച്. അപ്പൊ ഓക്കെ സാർ. അമ്മ. ഓ സാർ സൂക്ഷിക്കണേ. ഇത് മുറുകിയടെ കൈയും കാലം മുറിക്കുന്നു. രാവിലെ ഒരു മടിക്കാത്തുണ്ട്. ആശാൻ എന്താ ഇവിടെ?
ഞാൻ തൂറായിരിക്കും. അയ്യോ ആസ്യം. അയ്യോ ആശാനെ, എനിക്ക് ആശാന്റെ സഹായം വേണം. പൈസയുടെ കാര്യമാണെങ്കിൽ 10 പൈസയുടെ കാര്യം എൻ്റെ അടുത്ത് നടക്കില്ല. രാവിലെ ഒന്ന് അടിക്കാതിരുന്നിട്ട് കൈ കാലം പറഞ്ഞിട്ടില്ല. അന്നേരം സഹായം പറഞ്ഞു കൊടുത്താൽ പോണാണെന്ന്. ദേ കാശൊന്നുമല്ല, സെറ്റപ്പ്. നിന്റെ കഴിക്കുന്ന പറ്റി സാധനമുണ്ട്. അത് സെറ്റപ്പാ? ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റപ്പ് അല്ല 4 സെറ്റപ്പ് ഞാൻ ശരിയാക്കുന്നത്. സംഗതി സീക്രട്ടാ. അല്ല അത് ഒരു മിനിറ്റ്, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ആളെ കാണിച്ചു കൊടുത്ത 2 കുപ്പി പട്ടാളം ഓഫർ. കാണിച്ചു കൊടുക്കാത്ത നിന്നെ കാണിച്ചു കൊടുക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ ആലോചിച്ച, പിന്നെ വേണ്ടാന്ന് വെച്ച്. അല്ലാന്ന് വെച്ചാ ഞാൻ ഒരു കുലംകുത്തി ആവാൻ പാടില്ല.